ആ ഒരു ചെറിയ സാധാ ഒരു ഫാമിലി എന്റർടൈനർ, അത്യാവശ്യം കോമഡി ഉണ്ട്, ചുമ്മാ കണ്ടിരിക്കുക. ചെയ്തിട്ടില്ല. ദിലീപേട്ടന്റെ സിനിമ ആയതുകൊണ്ട് മാത്രമാണ് വോട്ട് ചെയ്യാതെ വന്നത്. ഇനി പോയിട്ട് വേണം വോട്ട് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും വോട്ടും ചെയ്യുക. എല്ലാവരും ഫാമിലിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. ഒരു കാരണവശാലും പൈസ നഷ്ടപ്പെടില്ല. എല്ലാവരും വോട്ടും ചെയ്തിട്ട് മറ്റൊക്കെ ഇന്ന് തന്നെ വന്ന് കാണുക സിനിമ. പടം എന്തായാലും ഒരു 100 ദിവസം കളിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. സിനിമ അതിൽ നല്ല കോമഡി ഉണ്ടായിരുന്നു, പിന്നെ കരയിപ്പിക്കുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെ സൂപ്പർ ആയിരുന്നു. സൂപ്പർ. ഓ ഹിറ്റാ ഈ സിനിമ സൂപ്പർ. പടം ഒരു ആവറേജ് മൂവി എന്ന് പറയാനുള്ളൂ. ദിലീപിന്റെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷെ തിരിച്ചുവരവൊന്നും കണ്ടില്ല. നല്ല സിനിമയായിരുന്നു. എന്താ പറയാ, എവിടെയൊക്കെ ബോഡി ഗാർഡിന്റെ റിംഗ് മാസ്റ്ററിന്റെ ഒക്കെ എന്തൊക്കെയോ, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. വൺ ടൈം വാച്ചാണ്. എന്താ പറയാ, യൂഷ്വൽ ദിലീപേട്ടന്റെ എല്ലാ കോമഡികളും വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആക്ച്വലി ഒരു ദിലീപേട്ടൻ ഫാനും കൂടെയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പർ പടം, ഒന്നും പറയാനില്ല. ഭയങ്കര സന്തോഷം. ഒരു ദിലീപ് ഫാൻ എന്ന രീതിയിൽ ഞാൻ ഭയങ്കര സന്തോഷമാണ്. തങ്കമണി പോലെയൊക്കെ മൂവി ഇറങ്ങി വളരെ ഡിസപ്പോയിന്റ് ആയിരുന്നപ്പോൾ ദിലീപേട്ടന്റെ വലിയൊരു കംബാക്ക്. പഴയ ദിലീപേട്ടന്റെ സ്ലാപ്സ്റ്റിക് കോമഡീസ് എല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്. ഭയങ്കര ഫസ്റ്റ് ഹാഫ് കുറച്ച് ഒരു എബോ ആവറേജ് പോലെ കോമഡിയും കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് വളരെ നന്നായിട്ടുണ്ട്. വളരെ മനോഹരമായ ക്ലൈമാക്സ് ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല. കിടിലമായിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് റെഫറൻസ് ഒക്കെ ബോഡി ഗാർഡ് മൂവി ആയിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ തോന്നുമെങ്കിലും വളരെ നല്ല ക്ലൈമാക്സ്. മനോഹര മൂവി. ഫാമിലി ഓഡിയൻസ്, അമ്മമാര്, സ്ത്രീകളെ പ്രത്യേകിച്ച് എല്ലാവരും തിരിച്ചു വരാൻ പോവുകയാണ്. നല്ലൊരു മൂവി, മസ്റ്റ് വാച്ച്. തിയേറ്ററിൽ എന്തായാലും കാണുക. അടിപൊളി. ദിലീപേട്ടന്റെ കംബാക്ക് ദിലീപ് ഫാൻസിനും മസ്റ്റ് വാച്ച്. അതുപോലെ ഫാമിലി ആയിട്ടുള്ള എല്ലാവരും തിരിച്ചു വരാൻ പോവാണ് തിയേറ്ററിൽ. എന്തായാലും 2024 മലയാളം മൊത്തത്തിൽ തൂക്കാണ്. എല്ലാ പടവും നിരത്തി ഹിറ്റ് ആവാൻ പോവാണ്. സൂപ്പർ ടൈം. നല്ല പടമായിരുന്നു. നല്ല ഫാമിലി ഓറിയന്റഡ് പടമാണ്. ദിലീപിന്റെ കംബാക്ക് ആണ്. അടിപൊളി ഫിലിം. കോമഡി ഒക്കെ ഭയങ്കര നല്ലതായിരുന്നു. എല്ലാ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടൊക്കെ വന്ന് കാണാൻ പറ്റിയ സിമ്പിൾ പടം നല്ലായിരുന്നു. ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഫാമിലി മൂവിയാ, അപ്പോൾ എല്ലാരും പോയി കാണാം. കോമഡിയാണ്. പിന്നെ ദിലീപേട്ടന്റെ അഭിനയം നല്ലായിരുന്നു. അങ്ങനെ അപ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന പടമാണ്. കോമഡി ഉണ്ട്. നല്ല പടം. ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല ഇഷ്ടപ്പെട്ട പടം. കാര്യം അങ്ങനെ പറയാൻ മൊത്തം എല്ലാം കൊള്ളാം. സിനിമ നല്ല പടമാണ്. എന്തുകൊണ്ടും തിയേറ്ററിൽ തന്നെ നിങ്ങളൊന്ന് കാണുക പടം. കാരണം ദിലീപേട്ടൻ്റെ ഏറ്റവും ബെസ്റ്റ് സിനിമ നമ്മൾ കുറേ കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ കൂടെ മാച്ച് ചെയ്യാണ്ട് നിൽക്കുന്ന ഒരു പടം തന്നെയാണ്. കാരണം എങ്ങനെയാണ് നമ്മൾ ദിലീപേട്ടൻ്റെ ഒരു പടം എന്താണോ പ്രതീക്ഷിച്ച് ചെല്ലുന്നത് അതിനനുസരിച്ച് നമുക്ക് തിരിച്ച് കിട്ടുന്ന ഒരു പടമാണ്. നമ്മൾ ഇപ്പോൾ ഒരു സിനിമ കണ്ട് നമ്മൾ എത്ര വട്ടം ഒരു സിനിമ കണ്ട് ഒരു വട്ടമാണോ നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്നത്, അതിൽ കൂടുതലായിട്ട് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ഇത് ഒരു വട്ടമല്ല, അതിൽ കൂടുതലും കാണാൻ പറ്റിയൊരു പടമാണ്. ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് പടം. ഇതിലൊരു നെഗറ്റീവും പറയാൻ പറ്റത്തില്ല. കാരണം അത് നെഗറ്റീവ് പറയാൻ പറ്റാത്ത രീതിയിലാണ് സിനിമ ചെയ്തിരിക്കുന്നത്. ദിലീപേൻ്റെ പെർഫോമൻസിലായാലും ഡയറക്ഷനിലായാലും മേക്കിങ്ങിൽ എല്ലാത്തിനായാലും ദിലീപ് അന്യായം എന്ന് തന്നെയാണ് പറയാം. എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. പുള്ളി ആ മൈ ഡിയർ ഫ്രണ്ട് തന്നെ വെറും ശോകം പടമായിരുന്നു വിനീത് കുമാറിന്റെ. 2 കൺട്രീസിന് ശേഷം ദിലീപിനെ പുള്ളി ഇല്ലാതാക്കി. അതെ 2 കൺട്രീസ് ദിലീപ് ബ്രോ ഒന്ന് കണ്ടു. ആ ഫസ്റ്റ് ഇന്റർവ്യൂവിൽ തീർന്നതിന്റെ പാട് നമുക്കറിയാം. അല്ല ബ്രോ, അതെല്ലാം ഫാൻസ് പറഞ്ഞത്. ഞാൻ എല്ലാവരുടെ പടവും കാണും ഫസ്റ്റ് ഡേ. ബ്രോ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്ക്. ഞാൻ ഫാൻസ് അല്ലേ, ഞാൻ എല്ലാവരുടെ പടവും കാണും. ഞാൻ എല്ലാ പടവും കാണും. ബ്രോ കണ്ടു നോക്ക്, നിങ്ങളെ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ആരെയും കുറ്റം പറയുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ എല്ലാവരും കണ്ടതിൽ ഫസ്റ്റ് ഹാഫ് തീർന്നതിൻ്റെ പാടറിയാം. ആ 2 കൺട്രീസ് ശേഷം ബാക്കി ഒരു പടവും കൊള്ളത്തില്ല ബ്രോ. ആ 2 കൺട്രീസ് ആയാലും ലാസ്റ്റ് ഞാൻ ദിലീപിൻ്റെ കിങ് ലെയർ അതൊക്കെ നമ്മൾ എത്ര കണ്ടാലും മടുക്കൂല. അടക്കം തീർച്ചയായിട്ടും കാണണം. അല്ലാതെ ഇപ്പം ഞങ്ങൾ പറഞ്ഞ കാര്യമില്ല. നിങ്ങൾ പോയി നിങ്ങളുടെ അഭിപ്രായം വേണം പറയാൻ. അപ്പം നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾ പോയി കാണും. ശരിക്കും എൻ്റെ ഒരു ഇത് പറയുവാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഹാപ്പിയാണ് പേഴ്സണലി. നല്ലൊരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് കോമഡി എന്റർടൈനർ ആണ്. കുറേ കാലത്തിന് ശേഷം നല്ലൊരു ദിലീപിൻ്റെ എന്റർടൈനർ കാണാൻ പറ്റി. ഇപ്പം എല്ലാവർക്കും തിയേറ്ററിൽ പോയി തന്നെ കാണാനുള്ള കുഴപ്പമുണ്ട്. അങ്ങനെ പറയാം. എന്തു പറയാ, സൂപ്പർ പടം എന്ന് വെച്ചാൽ നല്ല പടം, കിടിലം പടം. പിന്നെ വേറെ ഒന്നും പറയാനില്ല. കാര്യം ഞാനൊരു ആരാധകനാണ്, ദിലീപേട്ടൻ്റെ ആരാധകനാണ്. അപ്പം ഞാൻ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അതിൻ്റെ മൂർച്ചയോടെ പറഞ്ഞു എന്ന് ഉണ്ടാവും. പടം സൂപ്പർ. നിങ്ങൾ എല്ലാവരും വന്ന് കാണുക. പ്രേക്ഷകർ എല്ലാവരും വന്ന്, നല്ല മലയാള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും വന്ന് സിനിമ കാണുക. ഇത്രയേ ഉള്ളൂ.
എനിക്കിത് തന്നെ പറയാനുള്ളത്. എനിക്കിത് തന്നെ പറയാം, പടം സൂപ്പറാണ്. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുക. സൂപ്പറാണ് പടം, സൂപ്പർ. ഇത് തന്നെയാണ് അഭിപ്രായം. കണ്ടു നോക്കുക, എല്ലാവരും കണ്ടു നോക്കുക. നല്ല പടമായിരുന്നു. എടുത്തു പറയാൻ ദിലീപേട്ടൻ വീണ്ടും തിരിച്ചു വന്നു. മൈ ബോസിനൊക്കെ ശേഷം വീണ്ടും തിരിച്ചു വന്നു എന്ന് തന്നെ പറയാം. നല്ല പുള്ളി. ആ അതെ, ബോഡി ഗാർഡിനെക്കാട്ടും ഒക്കെ കൊള്ളാം. ബോഡി ഗാർഡ് തിരിച്ചു വന്ന ആ ഒരു ഇത് തന്നെയാണ് തോന്നിയത്. ആ തിരിച്ചു വരവ് തന്നെയാണ്. ഇവിടെ പടം നല്ല പടമായിരുന്നു. കാരണം കുടുംബ പ്രേക്ഷകർക്കും കുട്ടികളും എല്ലാവരും ഒരേപോലെ രസിച്ച് കാണാൻ പറ്റും. നമ്മൾ പണ്ട് തിളക്കം, സി.ഡി. മൂസ, 2 കൺട്രീസ് അങ്ങനെയൊക്കെ ദിലീപ് തന്നെ കണ്ടിട്ടുണ്ടോ, ആ രീതിയിലൊരു ദിലീപേട്ടൻ തിരിച്ചു വന്ന ആ ഒരു ഇതായിരുന്നു.